ഹലോ, ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. കൂടുതൽ ചേരുവകളുടെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണിത്. 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കാം. അപ്പസോഡ ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 1 ടീസ്പൂൺ എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലും സൈഡിലൊക്കെ ആയിട്ട് എണ്ണ പുരട്ടി കൊടുക്കാം. മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാകുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു സോസ് പാനിൽ വെള്ളം ഒഴിച്ച് അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. അടപ്പടച്ച് കൊടുക്കാം. അടപ്പിലൊരു ഹോളുണ്ട്, അതിൽ ഞാൻ ഗ്രാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് തുറന്ന് ഒരു പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കാം. അത് മുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വേവായിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് പാത്രത്തിൻ്റെ സൈഡൊന്ന് വെടിവെച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ഇങ്ങനെ കഴിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതും കൂടെ ചെയ്തെടുത്തിട്ടാണ് കഴിക്കുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണത്. സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കറി കൂട്ടിയിട്ടല്ല കഴിക്കുന്നതെങ്കിൽ ഇച്ചിരിയും കൂടി പഞ്ചസാര ചേർത്താൽ മതി. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.